ജാർഖണ്ഡിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് 65% പേർ വോട്ട് രേഖപ്പെടുത്തിയതായിട്ടാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പോളിംഗ് സമാധാനപരമായിരുന്നു. ഗൗതം ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. രോഹിണി, ജാർഖണ്ഡിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ആദ്യ ഫേസിൽ 43 മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത്. ഇതിൽ 20 മണ്ഡലങ്ങൾ സംവരണ സീറ്റുകളായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് വോട്ടെടുപ്പ് പൂർത്തിയായി. രാവിലെ 7 മുതൽ തന്നെ വോട്ടർമാരുടെ മികച്ച പ്രതികരണം പോളിംഗ് ബൂത്തുകളിൽ കാണാൻ സാധിച്ചു. ജാർഖണ്ഡിൽ വളരെ സമാധാനപരമായാണ് വോട്ടെടുപ്പ് നടന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്ന മറ്റൊരു ഘടകം. സാധാരണ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുള്ളൊരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് വനമേഖലകൾ മുൻപ് മാവോയിസ്റ്റ് നക്സൽ സംഘടനകൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളായിരുന്നു. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുകയും കുഴിബോംബ് സ്ഫോടനങ്ങൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ മുൻകാലഘട്ടങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് വളരെ സമാധാനപരമായി ഒന്നാമത്തെ ഫേസ് ജാർഖണ്ഡിൽ പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പലരും വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി ഹേമന്ത് സോറനും പത്നി കൽപ്പന സോറനും രാവിലെ തന്നെ വോട്ട് ചെയ്തു. ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിമാരായ ചമ്പായി സോറൻ, അതോടൊപ്പം തന്നെ അർജുൻ മുണ്ട തുടങ്ങിയ നേതാക്കളും, കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേട്ട്, അതുപോലെ തന്നെ രാജ്യസഭ വൈസ് ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനായ മഹേന്ദ്ര സിംഗ് ധോണി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം ഇന്ന് ഒന്നാം ഘട്ടത്തിൽ വോട്ടർമാരായി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങി. എന്തായാലും ജാർഖണ്ഡിൽ ആദ്യ ഫേസ് സമാധാനപരമായി പൂർത്തിയാകുമ്പോൾ 5 മണിവരെയുള്ള കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. 65% മുകളിൽ പേർ ഒന്നാമത്തെ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ മികച്ച പോളിംഗ് തന്നെയാണ് ജാർഖണ്ഡിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നത്. 81 അംഗ ജാർഖണ്ഡ് നിയമസഭയിൽ ഇനിയും ശേഷിക്കുന്നത് 38 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. ഈ 38 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 20-ാം തീയതിയാണ് നടക്കുക. 23-നാണ് മഹാരാഷ്ട്രയ്ക്കൊപ്പം ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഫലം പുറത്തുവരുന്നത്. രോഹിണി. ഗൗതം, അതോടൊപ്പം ഈ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പോളിംഗ് സമാധാനപരമായി തന്നെ പുരോഗമിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പിലെ മികച്ച പോളിംഗ് ശതമാന കണക്കുകളും ഒരുപക്ഷെ നല്ല ഒരു റിസൾട്ടിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്? രോഹിണിയും, ഈ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുന്നു എന്നത് നമ്മൾ എടുത്ത് കാണേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ചില സംസ്ഥാനങ്ങൾ, അതായത് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡ് ആണെങ്കിലും അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ജമ്മു കാശ്മീർ ആണെങ്കിലും, ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ കാര്യം നമുക്കറിയാം. മുൻപ് അവിടെ തെരഞ്ഞെടുപ്പ് അസാധ്യമായിരുന്നു. പലപ്പോഴും വോട്ടെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുകയും ഭീകരവാദികളുടെ ഭീഷണിയെ തുടർന്ന് ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് മുൻപ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നതെങ്കിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പിന്നീട് അടുത്തിടെ ഏതാനും മാസം മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും മികച്ച പോളിംഗ് നടന്നുവെന്ന് മാത്രമല്ല, ജമ്മു കാശ്മീരിൽ ഒരു പോളിംഗ് ബൂത്തിൽ പോലും റീപോളിംഗ് നടന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. ഇപ്പോൾ മറ്റൊരു ഉദാഹരണമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡ് ഒരു കൂടുതൽ വനപ്രദേശമുള്ളൊരു സംസ്ഥാനമാണ്. മുൻകാലഘട്ടങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾ, പ്രത്യേകിച്ച് നക്സലൈറ്റുകൾക്കും മാവോയിസ്റ്റുകൾക്കും ഒക്കെ വലിയ സ്വാധീനം ഒരു കാലത്ത് ജാർഖണ്ഡിലൊക്കെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുക, ബൂത്തുകൾ പിടിച്ചെടുക്കുക, കുഴിബോംബ് സ്ഫോടനങ്ങൾ നടത്തുക, ഇത്തരം സംഭവങ്ങൾ മുൻപ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജാർഖണ്ഡിലൊക്കെ അരങ്ങേറിയതാണ്. പക്ഷേ ഇന്നിപ്പോൾ വളരെ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടന്നു. അതിനാൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർക്ക് സമാധാനത്തോടുകൂടി വന്ന് പോൾ ചെയ്ത് തിരിച്ചു മടങ്ങാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം ഭാവിയിൽ ഓർമ്മപ്പെടുത്താൻ കഴിയും എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. എന്തായാലും ജാർഖണ്ഡിൽ മികച്ച രീതിയിൽ തന്നെയാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത്. അതേസമയം രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മികച്ച പോളിംഗ് ശതമാനം തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾക്കും ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. കാരണം ശക്തമായ പ്രചരണം BJPയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അധികാരത്തിലുള്ള JMM കോൺഗ്രസ് സഖ്യം ജാർഖണ്ഡിൽ നടത്തിയിരുന്നു. ശക്തമായ മത്സരം ഇരു പാർട്ടികൾക്കുമിടയിൽ നടക്കുന്നുണ്ട്. അഭിപ്രായ സർവേകളുടെ എല്ലാം മുൻതൂക്കം BJPക്കാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ സർക്കാരിനെതിരെ ഉണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനാൽ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകും. ഒരുപക്ഷെ BJPക്ക് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ജാർഖണ്ഡിൽ അധികാരം ലഭിക്കുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന അഭിപ്രായ സർവേകളും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒക്കെ വിലയിരുത്തൽ ആ ദിശയിലൂടെയാണ് പോകുന്നത്. രോഹിണി.